ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 സെറ്റ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാർട്ട് 7 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർവെൽസും വെൻ ഡയഗ്രംസുമാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ് പഠിക്കുന്നത്. അതായത് നമ്മൾ നമ്പേഴ്സിൽ ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ. അതുപോലെ സെറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഈ 3 ഓപ്പറേഷൻസാണ് സെറ്റ്സിൽ ഉള്ളത്. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, യൂണിയൻ ഓഫ് സെറ്റ്സ്. ദ യൂണിയൻ ഓഫ് 2 sets A and B is the set of all elements which are either in A or in B or in both. It is denoted by A union B. ഈ സിമ്പിളാണ്, യൂണിയൻ്റെ സിമ്പിളാണ്. യു നമ്മൾ എഴുതിയല്ലേ, ക്യാപിറ്റൽ യു, അതുപോലെ കുറച്ചും കൂടി വലുപ്പത്തിൽ എഴുതുന്നതാണ് എന്ത്? യൂണിയൻ്റെ സിമ്പിൾ. ഇനി യൂണിയൻ ഓഫ് സെറ്റ്സ് എന്താണെന്നാണ് പറഞ്ഞത്? യൂണിയൻ ഓഫ് 2 sets A and B is the set of all elements which are either in A or in B or in both. അതായത് 2 സെറ്റ് എയും ബിയും തന്നാൽ യൂണിയൻ കാണാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? ഓൾ എലമെൻറ്റ്സ് വിച്ച് ആർ ഐദർ ഇൻ എ, എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരിക്കണം. ഒന്ന് ഐദർ ഇൻ എ, ഒന്നില്ലെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. ഓർ ഇൻ ബി, അല്ലെങ്കിൽ എവിടെ ഉണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. ഓർ ഇൻ ബോത്ത്. ഓർ ഇൻ ബോത്ത് എന്ന് പറഞ്ഞാലോ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? അതും. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും എടുത്തെഴുതിയാൽ എന്തായി മാറിയത്? എ യൂണിയൻ ബി ആയി മാറി. യൂണിയൻ എന്ന വാക്ക് തന്നെ ഒന്നിക്കുക അല്ലേ? അപ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും ഒന്നിച്ച് എടുത്തെഴുതുന്ന സെറ്റാണെന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്റ് ചെയ്തു വരുന്ന എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി എങ്ങനെയാണ് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതെങ്ങനെ തന്നെ വായിക്കണേ? ഇത് വായിക്കുന്നത് എ യൂണിയൻ ബി ആണ് ഈ സിമ്പിൾ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതായത് ഈ സിമ്പിളിനെ നമുക്ക് ഓർ എന്ന് പറയാം, എ ഓർ ബി. അതുകൊണ്ടാണ് ഓർ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പറഞ്ഞു പഠിക്കുക, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എയിലെയും ബിയിലെയും എല്ലാ എലമെൻസിനെയും ഒന്നിച്ചെടുത്ത് എഴുതിയാൽ എന്തായി മാറി? എ യൂണിയൻ ബി ആയി മാറി. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 6, 8, 10, 12. ഫൈൻഡ് എ യൂണിയൻ ബി. എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പറഞ്ഞ എ യൂണിയൻ ബി എന്ന് പറയുന്നത്? എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും കൂടി എടുത്ത് എഴുതിയാൽ എന്തായി മാറി? എ യൂണിയൻ ബി ആയി. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 2, 4, 6, 8, 10, 12. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 6, 8 ഉണ്ട്, ഇവിടെ 6, 8 ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെറ്റ്സിനകത്ത് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി ഇതുപോലെ തന്നെ ഓർഡറിൽ എഴുതണമെന്നില്ല, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ്സിൻ്റെ എലമെൻറ്റ്സ് ഓർഡറിൽ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ദെൻ സി യൂണിയൻ ഡി ഈസ് ഈക്വൽ ടു സെറ്റ് സിയിലെയും ഡിയിലെയും എല്ലാ എലമെൻറ്റ്സും എടുത്ത് എഴുതുന്നു. 1, 2, 3, 5. കണ്ടോ? ഇനി ഇവിടെ എങ്ങനെ എഴുതിപ്പോൾ 1, 3, 5, 2 അങ്ങനെ എഴുതാനും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓർഡറിൽ എഴുതുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടി അങ്ങ് എഴുതുന്നുള്ളൂ. ഓക്കെ. ഇപ്പം എ യൂണിയൻ ബി കാണാൻ പഠിച്ചില്ലേ? ഇനി മൂന്നാമത് ഒരെണ്ണം, എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി സി. എല്ലാവരും തരത്താണെന്ന് എഴുതി നോക്കിയാൽ എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു ബി കോമ സി അല്ലേ? ഇവിടെ കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് ആദ്യം എഴുതി, പിന്നെ ബിയിലെ എലമെൻറ്റ്സും കൂടി എടുത്തെഴുതി. ഓക്കെ. ഫോർത്ത് വൺ, A is equal to set of all x such that x is a natural number and 1 less than x less than or equal to 6. X എന്താണ്?
നാച്ചുറൽ നമ്പർ ആണ് ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നാച്ചുറൽ നമ്പർ ആണ്, റിയൽ നമ്പർ അല്ല. അപ്പം 1നും 6നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. ഇനി എ യൂണിയൻ ബി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1നും 6നും ഇടയിലുള്ള ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 വന്നുകൊണ്ട് 6 ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ 6ഉം 10ഉം ഇൻക്ലൂഡഡ് അല്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് ഏതൊക്കെ വരും? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എയും ബി ഇവിടെ ഇങ്ങോട്ടൊന്ന് എഴുതി നോക്കാം സൈഡിലേക്ക്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5, 6 അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് 6 ഇൻക്ലൂഡ് ചെയ്തു. ഇനി ബി ഈസ് ഈക്വൽ ടു 6ഉം 10ഉം വരില്ല, അതിനിടയിലുള്ള നാച്ചുറൽ നമ്പർ 7, 8, 9. Therefore A union B is equal to 2, 3, 4, 5, 6, 7, 8, 9. ക്ലിയർ ആയില്ലേ? ഇനി അങ്ങനെ എക്സിറ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണ്ട, ബാക്കി ആദ്യം മുതലുള്ള എല്ലാം നോട്ടിലേക്ക് എഴുതണം കേട്ടോ. ഫിഫ്ത്ത് വൺ, സി ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു, ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 7, 8, 9. ദെൻ വാട്ട് ഈസ് സി യൂണിയൻ ഡി? എ ഇ ഐ ഒ യു 7, 8, 9 അല്ലേ. സിയിലെയും ഡിയിലെയും എല്ലാ എലമെന്റ്സും കൂടി എടുത്തെഴുതി. Sixth one, A is equal to set 1, 3, 5, B is equal to 5, null set. Then what is A union B? A union B is equal to set 1, 3, 5. എന്തുകൊണ്ട്? ഈ 5 എന്ന് പറയുന്നത് എന്താ? നൾ സെറ്റ് ആണ്. അപ്പോൾ നൾ സെറ്റിൽ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സ് മാത്രമല്ലേ വരുള്ളൂ, ബിയിലെ എലമെന്റ്സ് ഇല്ലല്ലോ. ദാറ്റ് ഈസ് സെറ്റ് 1, 3, 5. സെവൻത് ക്വസ്റ്റ്യൻ, എ is equal to set A, B, C, D. B is equal to set A, B, D. Then what is A union B? ഇപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, വേറെ നോട്ടിലേക്ക് എഴുതണം കേട്ടോ. A union B is equal to set A, B, C, D അല്ലേ. ഇവിടെയും എ ബി ഡി ആണുള്ളത്. അപ്പോൾ എ ബി ഡി ഓൾറെഡി ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എലമെന്റ് സിയും കൂടി ദാറ്റ് ഈസ് സെറ്റ് എ ബി സി ഡി. എന്തിനാ ഇത്രയും എക്സാമ്പിൾസ് ചെയ്യിക്കുന്നത്? നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്തേ. ഈ ബിയിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട്? എയിലുണ്ട് അല്ലേ. ബിയിലെ എലമെന്റ്സ് എല്ലാം എയിലുണ്ട്. അപ്പോൾ ബിയിലെ എലമെന്റ്സ് എല്ലാം എയിലുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിനെ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? സബ്സെറ്റ് അല്ലേ. ഇവിടെ ബി സബ്സെറ്റ് ഓഫ് എ ആണ്. ബി സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ എ യൂണിയൻ ബി എന്താണ് കിട്ടിയത്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇതല്ലേ എ എന്ന് പറയുന്ന സെറ്റ്. ബി എയുടെ സബ്സെറ്റ് ആയപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നതാ എ. അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും കൂടി ചേരുന്നതാണ്. അപ്പോൾ ബി എയുടെ സബ്സെറ്റ് ആകുമ്പോൾ ആ എലമെന്റ്സ് എവിടെയുണ്ട്? ഓൾറെഡി എയിലുണ്ട് അല്ലേ. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആ വലിയ സെറ്റ് എ തന്നെയാണ്. ഓക്കെ, ഇനി നോട്ട് എഴുതുക. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി then A union B is equal to B and B subset of A then A union B is equal to A. ഏതാണോ വലിയ സെറ്റ് അതായിരിക്കും യൂണിയൻ ആകുന്നത്. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഏതാ? ഇവിടുത്തെ സൂപ്പർ സെറ്റ് ബി അല്ലേ. അപ്പോൾ ബി ആൻഡ് ഈ ബി സബ്സെറ്റ് ഓഫ് എ then A union B ഏതാ? എ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്, ഓർത്തിരിക്കണം. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. നൗ വെൻ ഡയഗ്രാം ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ വെൻ ഡയഗ്രാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വെൻ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി മനസ്സിലാക്കി പഠിക്കണം. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേർഡ് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ വെൻ ഡയഗ്രാം നന്നായി നോക്കി മനസ്സിലാക്കുക. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഇതല്ലേ, ബി എന്ന് പറയുന്ന സെറ്റും വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാകാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ പാർട്ടിലാണ് വരുന്നത് അല്ലേ. ഈ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന പാർട്ടിലാണ് എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ഉണ്ടാകുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിലെ എല്ലാ എലമെന്റ്സും ഉണ്ടാവും, ബിയിലെ എല്ലാ എലമെന്റ്സും ഉണ്ടാവും, രണ്ടിലും കൂടിയുള്ള എലമെന്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? എയെയും ബിയെയും മൊത്തം ഷെയ്ഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തോന്നു? എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെ എല്ലാ എലമെന്റ്സും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞത് എയും ബിയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയുടെ ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ ആയോ? ഇനി ഇത് നോക്കിയേ, ഇതും എ യൂണിയൻ ബി തന്നെയാണ്. ഇവിടുത്തെ ഡിഫറൻസ് എന്താ? ഇത് എ എന്ന് പറയുന്ന സെറ്റാണ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റാണ്, ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇനി ഇവിടെ എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരാത്തത്.
എ സെപ്പറേറ്റ് ഒരു സെറ്റാണ്, ബിയും സെപ്പറേറ്റ് ഒരു സെറ്റാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും അല്ലേ. അപ്പോൾ എയിനെ മൊത്തം ഷെയ്ഡ് ചെയ്തു, ബീനെ മൊത്തം ഷെയ്ഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മൊത്തം കളർ കൊടുത്ത് ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വര കൊടുത്ത് ചെറിയ ചെറിയ വരകൾ കൊടുത്ത് ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട്സ് നിറച്ചും ഡോട്ട്സ് കൊടുത്ത് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വൃത്തിക്ക് നോട്ടിലേക്ക് വരച്ചെഴുതണം കേട്ടോ. ഇപ്പം നമ്മൾ എ യൂണിയൻ ബിയുടെ 2 വെൻ ഡയഗ്രാമാണ് കണ്ടത്. ഒന്ന് രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, 2 എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എ എന്ന് പറയുന്ന സെറ്റും ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട് അല്ലേ. എ എവിടെയുള്ളത്? ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? എ ബിയുടെ സബ്സെറ്റാണ്. ബി കണ്ടെയ്ൻ എ, ബി എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എ ബിയുടെ സബ്സെറ്റാണ്. അപ്പം എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ചായിരുന്നല്ലോ, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം വന്നു അല്ലേ. ബി, അതായത് എയിലെ എലമെൻസും ബിയിലെ എലമെൻസും എല്ലാം കൂടി മൊത്തം ഈ സെറ്റ് പുറത്ത് കാണുന്ന സെറ്റ് മൊത്തം ബി ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ബി മൊത്തം വന്നു. ബിക്ക് ഉള്ളിൽ എന്തുണ്ട്? എയും ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ എ യൂണിയൻ ബിയുടെ ഡയഗ്രാം ഈ 3 തരത്തിലാവാം. ഒന്ന് കോമൺ എലമെൻറ്റ്സ് ഉള്ളത്, ഒന്ന് കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്തത്, മൂന്നാമത്തത് സബ്സെറ്റ് ആയിട്ട് വന്നാൽ, എ ബിയുടെ സബ്സെറ്റ് ആയിട്ട് വന്നാൽ, അല്ലെ ബി എയുടെ സബ്സെറ്റ് ആയിട്ട് വന്നാൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ, യൂണിയൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. ബി ഇസ് ഈക്വൽ ടു 6, 8, 10, 12. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8, 10, 12. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ഇനി ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും. ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലെയും എയിലെയും എല്ലാ എലമെൻസും. അപ്പോൾ ഇത് തന്നെയല്ലേ കിട്ടിയേക്കുന്നത്? നോക്കിയേ, ബിയിലെയും എയിലെയും എല്ലാ എലമെൻസ് അത് തന്നെയല്ലേ എ യൂണിയൻ ബി. എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഒന്നും തന്നെയല്ലേ കിട്ടുന്നത്? 2, 4, 6, 8, 10, 12. അപ്പോൾ ഇത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നോട്ടിലേക്ക് എഴുതണ്ട കേട്ടോ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇവിടെ നമ്മൾ എ യൂണിയൻ ബിയും കണ്ടു, ബി യൂണിയൻ എയും കണ്ടു, രണ്ടും ഒരൊറ്റ സെറ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. ഈ ലോനെ പറയുന്നതാണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, പറഞ്ഞു പഠിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ലോ നിങ്ങളിത് ചെറിയ ക്ലാസ് നേരത്തെ പഠിച്ചിട്ടുണ്ടാവല്ലോ. അതായത് 2 നമ്പേഴ്സ് എടുക്കുക. നമ്പേഴ്സ് എടുക്കുമ്പോൾ 1 + 2, ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? അഡീഷനാണ്. 1 + 2 ഈസ് ഈക്വൽ ടു 3 ആണ്. ഇനി 2 + 1 ഈസ് ഈക്വൽ ടു എന്താണ്? 3 തന്നെയാണ് അല്ലേ. 1 + 2 3 ആണ്, 2 + 1 3 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷൻ, ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാ? പ്ലസ് അല്ലേ, അഡീഷനാണ്. അപ്പോൾ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? യൂണിയൻ ആണ്. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ ആയതുകൊണ്ട് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമ്പേഴ്സിൻ്റെ കേസ് ഓപ്പറേഷൻ സബ്സ്ട്രാക്ഷൻ എടുത്തേ. 1 - 2 ഈസ് ഈക്വൽ ടു -1 അല്ലേ. 2 - 1 ഈസ് ഈക്വൽ ടു 1. ഇത് 2 ഈക്വലാണോ? അല്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സബ്സ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. അപ്പോൾ നമ്പേഴ്സിൻ്റെ കേസിൽ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെറ്റ് സിയും കൂടി എടുക്കുകയാണെ അടുത്ത പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 5. ഇനി നമ്മൾ എ യൂണിയൻ ബി യൂണിയൻ സി കാണുന്നു. അതായത് എയുടെയും ബിയുടെയും സിയുടെയും കൂടി യൂണിയൻ, 3 സെറ്റിൻ്റെ യൂണിയൻ. അപ്പോൾ ആദ്യം എ യൂണിയൻ ബി കാണുന്നു, അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിയൻ സി. അപ്പോൾ എ യൂണിയൻ ബി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇതല്ലേ എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8, 10, 12. യൂണിയൻ സി. സി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഏതാ? സെറ്റ് 1, 2, 3, 5. ഇതല്ലേ സെറ്റ് 1, 2, 3, 5. ഇപ്പം എന്താ നമുക്ക് കിട്ടുന്നത്? എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻസും അല്ലേ. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സെറ്റാണോ അതിലെല്ലാം ഉള്ള എല്ലാ എലമെൻസും. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 8, 10, 12 അല്ലേ. ഇവിടെ നോക്കിയേ 1, 2, 3, 5 ഉണ്ട്. ഈ 1ഉം 3ഉം എയിലും ബിയിലും ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതും കൂടി 1, 2, 3, 4, 5, 6, 8, 10, 12. ക്ലിയർ ആയില്ലേ? അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻസും എടുത്തെഴുതുക. ഇനി
എ യൂണിയൻ ബി യൂണിയൻ സി കാണുക. ഇത് നമ്മളുടെ വ്യത്യാസം എന്താ? ഇവിടെ ആദ്യം 2 സെറ്റിൻ്റെ യൂണിയൻ കണ്ടു, പിന്നെ മൂന്നാമത്തെ സെറ്റ് എടുത്തു. ഇവിടെയോ ആദ്യം ഈ ബി യൂണിയൻ സി കാണുന്നു, അതിനുശേഷം എയുടെ യൂണിയൻ കാണുന്നു. ബ്രാക്കറ്റിനുള്ളിൽ ഏതാണോ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലേ? അപ്പം നോക്കിയേ, എ യൂണിയൻ ബി യൂണിയൻ സി എന്താ കിട്ടുന്നത്? ബിയിലെയും സിയിലെയും എലമെന്റ്സ് എല്ലാം കൂടി എടുത്തെഴുതുന്നു. അപ്പം സെറ്റ് 1 2 3 5 6 8 10 12. ഇനി അതിനോടുകൂടി ഏതിൻ്റെ കൂടി കൂട്ടണം? എയും കൂടി കൂട്ടി യൂണിയൻ എഴുതുന്നു. അപ്പോൾ എന്ത് വരും? എയിലെ എലമെന്റ്സ് 2 4 6 8 ആണ്. ദറ്റ് ഈസ് 1 2 3 4 5 6 8 10 12. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്? 1 2 3 4 5 6 8 10 12. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പം എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ? അതായത് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ആദ്യത്തെ 2 സെറ്റ് കാണുന്നു, അതിനുശേഷം മൂന്നാമത്തെ സെറ്റും കൂടിയുള്ള യൂണിയൻ കാണുക. അത് ഏതിനോട് ഇക്വലാണ്? 2ഉം 3ഉം സെറ്റിൻ്റെ യൂണിയനും പിന്നെ ആദ്യത്തെ സെറ്റും തമ്മിലുള്ള യൂണിയനും. അത് നമുക്ക് ഈ ഓർഡർ പ്രാധാന്യമില്ല. എങ്ങനെ വേണേലും ഈ 3 സെറ്റിൻ്റെ യൂണിയൻ കണ്ടാലും ഒന്ന് തന്നെയാണ്. ഈ ലോയ്ക്ക് പറയുന്ന പേരെന്താ? അസോസിയേറ്റീവ് ലോ. ഓക്കെ. നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം 2 + 3 + 5 എന്താ? 10 ആണ്. ഇനി 2 + 3 + 5 കാണുന്നു, അതും എത്രയാണ്? 10 ആണ്. ഇവിടെ ആദ്യം 2 + 3 കണ്ടു, പിന്നെ 5 എടുത്തു. ഓക്കെ, ഇപ്പോൾ 10 കിട്ടി. ഇവിടെ ആദ്യം 2 എടുത്തു, പിന്നെ 3 + 5 എടുത്തു. രണ്ടും സെയിം അല്ലേ? അപ്പം പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ് അല്ലേ? നമ്പേഴ്സിൻ്റെ കേസിൽ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താ? അസോസിയേറ്റീവ് ആണ്. അതുപോലെ ഇവിടെ യൂണിയൻ അസോസിയേറ്റീവ് ആണ്. അതായത് ഈ ലോയ്ക്ക് പറയുന്ന പേരാണ് അസോസിയേറ്റീവ് ലോ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതുകയാണ്. ഇത് നോട്ടിലേക്ക് എഴുതണ്ട കേട്ടോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് എഴുതുക. നമ്മൾ പഠിച്ചതാണ് എഴുതുന്നത്. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. ഇതിൻ്റെ ലോയുടെ പേരെന്താ? കമ്മ്യൂട്ടേറ്റീവ് ലോ. സെക്കൻഡ് വൺ, എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അസോസിയേറ്റീവ് ലോ. ഇങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. തേർഡ് വൺ, എ യൂണിയൻ ഫൈ ഈക്വൽ ടു എന്താണ്? എ യൂണിയൻ ഫൈ എ എന്ന് പറഞ്ഞ സെറ്റും നൾ സെറ്റും തമ്മിലുള്ള യൂണിയൻ. എന്താണ്? നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടതല്ലേ, എ തന്നെ അല്ലേ? എ എന്ന് പറഞ്ഞ സെറ്റും നൾ സെറ്റും തമ്മിലുള്ള യൂണിയൻ എടുക്കുമ്പോൾ നൾ സെറ്റിൽ എലമെന്റ്സ് ഒന്നുമില്ല, അപ്പോൾ എയിലെ എലമെന്റ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. ഇതിന് പറയുന്നത് എന്താ? ഐഡന്റിറ്റി ലോ. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാ? ഫൈ. ദാറ്റ് ഈസ് ഫൈ ഈസ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് യൂണിയൻ. അതായത് യൂണിയന്റെ ഓപ്പറേഷൻ എ എന്ന് പറയുന്ന സെറ്റും നൾ സെറ്റും കൂടി ചെയ്യുമ്പോൾ എ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഫൈ ഈസ് ദി ഐഡന്റിറ്റി ഓഫ് യൂണിയൻ. അതായത് നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കൊരു എലമെൻറ്റിനോട് ഏത് എലമെൻറ്റ് കൂട്ടുമ്പോഴാണ് സെയിം എലമെൻറ്റ് കിട്ടുന്നത്? 0 അല്ലേ? അതായത് ഇവിടുത്തെ ഓപ്പറേഷൻ പ്ലസ് ആണ്. അപ്പോൾ 3 + 0 ആണ് 3. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? 0 ഈസ് ദി അഡിറ്റീവ് ഐഡന്റിറ്റി, അഡീഷൻ ആണ്. അതുപോലെ ഇവിടെ യൂണിയൻ്റെ ഐഡന്റിറ്റി ഏതാണ്? നൾ സെറ്റ്. ഓക്കെ. ഫോർത്ത് വൺ, എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എന്താ? എ തന്നെ അല്ലേ? എ എന്ന് പറഞ്ഞ സെറ്റും അതേ സെറ്റും തമ്മിലുള്ള യൂണിയൻ എടുത്താൽ ആ എയിലെ എലമെന്റ്സ് തന്നെയല്ലേ വരുന്നത്? അപ്പോൾ എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ. ഈ ലോയ്ക്ക് പറയുന്ന പേരാണ് ഐഡംപൊട്ടന്റ് ലോ. ഫിഫ്ത്ത് വൺ, എ യൂണിയൻ യു. വാട്ട് ഈസ് യു? അവർ യൂണിവേഴ്സൽ സെറ്റ് അല്ലേ? എയും യൂണിവേഴ്സൽ സെറ്റും തമ്മിലുള്ള യൂണിയൻ എടുക്കുമ്പോൾ എന്താ വരുന്നത്? യൂണിവേഴ്സൽ സെറ്റ് അല്ലേ? ഇതിൽ പറയുന്ന ലോ ഓഫ് യു. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോപ്പർട്ടീസ് നന്നായിട്ട് മനസ്സിലാക്കുക. നൗ ഇനി ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണ്ട. നമ്മൾ ഇപ്പം ഏത് ഓപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു? യൂണിയൻ എന്ന ഓപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? വ്യക്തമായി പഠിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രം ഒക്കെ മനസ്സിലുണ്ടായിരിക്കണം. അത് നന്നായി നോക്കി മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതുക. ഇനി നമ്മൾ സെക്കൻഡ് ഓപ്പറേഷനകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണ്ട കേട്ടോ. കൺസിഡർ ദി സെറ്റ്സ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 4 5, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 7. ഇനി ഞാനിവിടെ ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട് 2 4. ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയാമോ? നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റ് എലമെന്റ് 2 3 4 5 ആണ്. ബിയുടെ എലമെന്റ്സോ 2 4 6 7. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം എഴുതിയിരിക്കുന്ന ഈ സെറ്റിലെ എലമെന്റ് 2 4 ആണ്. അതും ഈ രണ്ട് സെറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞേ? കിട്ടിയോ? എന്താണ്? ഈ 2 4 എന്ന് പറയുന്ന എലമെന്റ് എവിടെയുണ്ട്? എയിലുണ്ട്. അതുപോലെ 2 4 എന്ന് പറയുന്ന എലമെന്റ് എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ എഴുതിയ സെറ്റിലെ ഈ രണ്ട് എലമെന്റും എയിലും ബിയിലും ഉള്ള കോമൺ എലമെന്റ് ആണ്.
ക്ലിയർ ആയില്ലേ? എയിലെയും ബിയിലെയും കോമൺ എലമെൻ്റ് ആണ് ഈ സെറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എലമെൻറ്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. അതായത് സെറ്റ്സിൻ്റെ ഓപ്പറേഷനകത്ത് രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എന്തായിരിക്കും ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി? ക്ലിയർ ആയില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയാൽ തന്നെ ഇത് എലമെൻറ്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി അല്ലേ? യൂണിയൻ എഴുതിയപ്പോൾ എന്താ എഴുതിയത്? എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റും എടുത്ത് എഴുതുകയാണ് ചെയ്തത്. ഇൻ്റർസെക്ഷൻ ആയപ്പോഴോ എയിലെയും ബിയിലെയും കോമൺ എലമെൻ്റ് ആണ് എടുത്തെഴുതിയത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ കണ്ടോ, എ ഇൻ്റർസെക്ഷൻ ബി. ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? എ ഇൻ്റർസെക്ഷൻ ബി. അതായത് യൂണിയൻ്റെ സിമ്പിൾ നേരെ തിരിച്ചിട്ടു അല്ലേ? അപ്പോൾ ഇനി കാണുമ്പോൾ എങ്ങനെ വായിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി നോട്ടിലേക്ക് എഴുതിക്കോളുക. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് സെക്കൻഡ് ഓപ്പറേഷൻ ആണ്. ഡെഫിനിഷൻ: The intersection of two sets A and B is the set of all elements which are common to both A and B. എങ്ങനെയുള്ള എലമെൻറ്റ്സ് ആ? കോമൺ ടു ബോത്ത് എ ആൻഡ് ബി ഓർ വിച്ച് ബിലോങ്സ് ടു ബോത്ത് എ ആൻഡ് ബി അല്ലേ? കോമൺ എലമെൻ്റ് എന്നും പറയാം, അല്ലെങ്കിൽ എയിലും ബിയിലും ബിലോങ്സ് ചെയ്യുന്ന എലമെൻറ്റ്സ്, രണ്ടിലുള്ള എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എങ്ങനെ എഴുതുന്നേ? എ ഇൻ്റർസെക്ഷൻ ബി. ഇനി വായിച്ച് പഠിക്കണം, അങ്ങനെ തന്നെ പറയണം. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു set of all x such that x belongs to A and x belongs to B. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ ഇട്ടേക്കുന്നത്? ആൻഡ് ആണ് അല്ലേ? യൂണിയൻ ഇട്ടപ്പോഴോ ഓർ ആയിരുന്നു. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എങ്ങനെ വായിക്കാം? എ ആൻഡ് ബി എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് ആണ്. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ക്ലിയർ ആയില്ലേ? ഇനി എക്സാമ്പിൾസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 3, 5, 7, 9, 10. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7, 9, 11, 12. എ ഇൻ്റർസെക്ഷൻ ബി എന്താ? എല്ലാവരും ഒന്ന് എഴുതിക്കേ. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എടുത്തേണ്ടത്. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് നോക്കിയേ, ബിയിലെ എലമെൻറ്റ്സ് കമ്പയർ ചെയ്തേ. കോമൺ എലമെൻറ്റ്സ് ഏതൊക്കെയുള്ളത്? 7, 9 അല്ലേ? ഇവിടെയും 7, 9 ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7, 9. ഓക്കെ, second one, A is equal to set A, B, C, D, B is equal to F, B, D, G. Then what is A intersection B? A intersection B is equal to എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ഏതൊക്കെയാ? ബിയും ഡിയും അല്ലേ? അപ്പോൾ A intersection B is equal to set B, D. Now third one, A is equal to set E, F, G. B is equal to null set. അപ്പോൾ എയിൽ ഉള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇ, എഫ്, ജി. ബിയിലോ? ബി നൾസെറ്റ് ആണ്. അപ്പോൾ നൾസെറ്റ് ആകുമ്പോൾ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താ? എല്ലാവരും തന്നെ പറഞ്ഞു നോക്കിയേ. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ആണ്, പക്ഷേ ബിയിലെ എലമെൻറ്റ്സ് ഒന്നുമില്ല. ദെൻ വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? നൾസെറ്റ് തന്നെ അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി നൾസെറ്റ് ആണ്. എന്തുകൊണ്ട്? ബിയിലെ എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ബിയിൽ ഇവിടെ എലമെൻറ്റ്സ് ഇല്ല, അപ്പോൾ കോമൺ എടുക്കാൻ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ആ സെറ്റ് എന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടിങ് സെറ്റ് തന്നെയാണ്. എ ഇൻ്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി എല്ലാം സെറ്റാണ്. അപ്പോൾ ഇവിടെയും കോമൺ എലമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഏത് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്? നൾ സെറ്റ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, C is equal to set of all x such that x belongs to n and 4 less than or equal to x less than or equal to 6. D is equal to set of all x such that x belongs to n and 2 less than x less than or equal to 7. x നാച്ചുറൽ നമ്പർ ആണ്. ഇവിടെ 4 less than or equal to x less than or equal to 6. less than or equal to വന്നുകൊണ്ട് 4ഉം 6ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇവിടെയോ 7 ഇൻക്ലൂഡഡ് ആണ്, 2 സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇൻ്റർവെലായിട്ട് എഴുതാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്തുകൊണ്ട്? ഇൻ്റർവെൽ ആണെങ്കിൽ എന്തായിരിക്കണം? അത് 6 ആയിരിക്കണം അല്ലേ? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അപ്പോൾ ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും വരില്ല. ഓക്കെ, സി ഇൻ്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 4, 5, 6 അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒന്ന് എഴുതി നോക്കുക. സി ഈസ് ഈക്വൽ ടു സെറ്റ് ഏതൊക്കെയാണ് വരുന്നത്? 4 മുതൽ വരും അല്ലേ? 4, 5, 6 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു ഇവിടെ 2 വരില്ല. അടുത്ത എലമെന്റ് 4, 4, 5, 6, 7. അപ്പോൾ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ എന്താ വന്നേ? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 4, 5, 6. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നോക്കിയേ, സിയും ഡിയും ഒന്ന് കമ്പയർ ചെയ്തേ. സിയിലെ എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട്? ഡിയിലുണ്ട് അല്ലേ? അതായത് സി ഡിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ സി ഡിയുടെ സബ്സെറ്റ് ആയിട്ട് വന്നപ്പോൾ സി ഇൻ്റർസെക്ഷൻ ഡി നമുക്ക് ഏതാ കിട്ടിയത്? ഈ സെറ്റ് 4, 5, 6 എന്ന് പറഞ്ഞാൽ ഏതാ? സി എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ് അല്ലേ? അതായത്
ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ആണ്. നമ്മൾ നേരത്തെ യൂണിയനകത്ത് പഠിച്ചിരുന്നു എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ബി ആയിരുന്നു, വലിയ സെറ്റ് അല്ലേ. ഇവിടെ ഇന്റർസെക്ഷന്റെ കേസിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഏതായിരിക്കും വരുന്നത്? എ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഓക്കെ. നൗ ഫിഫ്ത്ത് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. ദെൻ വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5, നൾ സെറ്റ്. ഓക്കെ. അപ്പോൾ നോട്ട് എഴുതുക. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ആൻഡ് ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി. ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ആൻഡ് ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി. ഇനി എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാണ്. ഇതാ ഇവിടെ എയും ബിയും രണ്ട് സെറ്റുകൾ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ? എ ഇന്റർസെക്ഷൻ ബി, എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എയും ബി ഇവിടെ ഓവർലാപ്പ് ചെയ്താൽ വരച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഈ ഒരു പോർഷനകത്ത് എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ആണുള്ളത്. അതിങ്ങനെ കണ്ടോ ഷെയ്ഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സ്. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ആണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഈ ഒരു പോർഷനകത്ത് എയിലെ എലമെന്റ്സും ഉണ്ടാകാം, ബിയിലെ എലമെന്റ്സും ഉണ്ടാകാം. കണ്ടോ സെറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചേ. എയിലെ എലമെന്റ്സും ഉണ്ട്, ബിയിലെ എലമെന്റ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിലെയും എലമെന്റ്സ് കിടക്കുന്ന റീജിയൻ, ഈ റീജിയനാണ് കോമൺ റീജിയൻ ആയിട്ട് വരുന്നത്. ഇതാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി, നമ്മുടെ യൂണിവേഴ്സ് സെറ്റ്. അപ്പോൾ നോട്ടിലേക്ക് വൃത്തിക്ക് വരയ്ക്കണേ. ഇനി ഇവിടെ നോക്കിക്കേ, എ ബിയുടെ സബ്സെറ്റ് ആണ് അല്ലേ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു, എ തന്നെയാണ് അല്ലേ. അതുകൊണ്ടോ ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പം ഡാർക്ക് ചെയ്തിട്ടുണ്ട്, എ ആണ് ഇവിടെ ഡാർക്ക് ചെയ്തിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ സെറ്റ് വരുന്നത്? എ. ക്ലിയർ ആയില്ലേ? അപ്പോൾ വെൻ ഡയഗ്രം നന്നായി നോക്കി മനസ്സിലാക്കി നോട്ടിലേക്ക് വരയ്ക്കണം കേട്ടോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ. നമ്മൾ നേരത്തെ യൂണിയൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു, അതുപോലെ ഇന്റർസെക്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. നേരത്തെ നമ്മൾ കണ്ടല്ലേ, ഏത് ലോ ആണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ അല്ലേ. ഇവിടെ ഓപ്പറേഷൻ എന്താ? ഇന്റർസെക്ഷൻ ആണ്. ഇനി വേണമെങ്കിൽ ഇതാ എക്സാമ്പിൾ നോക്കിക്കോ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നിങ്ങൾ എഴുതണമെന്നില്ല, അത് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എ എന്ന് പറഞ്ഞ സെറ്റ് 3 5 7 9 10, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 7 9 11 12. Then what is A intersection B? എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ്, ദാറ്റ് ഈസ് 7 9. ഇനി ബി ഇന്റർസെക്ഷൻ എയോ അത് തന്നെയാണ് വരുന്നത്. ബി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലെയും എയിലെയും കോമൺ എലമെന്റ്സ്, അതായത് 7 9 തന്നെയല്ലേ വരുന്നത്. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതിന് പറയുന്ന ലോയ്ക്ക് എന്നാ പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി അടുത്തൊരു സെറ്റ് സിയും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ദെൻ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. നമ്മൾ നേരത്തെ അവിടെ യൂണിയൻ കണ്ടില്ലേ, അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ആദ്യം എയിലെയും ബിയിലെയും ഇന്റർസെക്ഷൻ കാണുന്നു. അത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സെറ്റ് 7 9. ഇനി ഇന്റർസെക്ഷൻ സി. ഇപ്പോൾ സിയിലെ എലമെന്റ്സ് 4 5 6 7. ഇത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ, അതായത് ഇതിലെ രണ്ടിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതേ ഉള്ളൂ? 7 ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് എന്ത് കാണണം? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ഇന്റർസെക്ഷൻ സി കാണുന്നു. അതിനോടുകൂടി എയുടെ ഇന്റർസെക്ഷൻ എടുക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഏതാ? ഇവിടെ ഇതാ ഈ സെറ്റാണ്, അത് ഇങ്ങോട്ടേക്ക് എഴുതിയിട്ടുണ്ട്. ബി ഇന്റർസെക്ഷൻ സി നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഏതാ ബി ഇന്റർസെക്ഷൻ സി? ബിയിലെയും സിയിലെയും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 7 എന്ന് പറയുന്ന എലമെന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഇതിലും രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഏത് എലമെന്റാ ഉള്ള? 7 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അല്ലേ. അപ്പോൾ നമുക്ക് ഇന്റർസെക്ഷൻ 3 സെറ്റിൻ്റെ ഇന്റർസെക്ഷൻ കാണണമെങ്കിൽ ഓർഡർ ഇല്ല, എങ്ങനെ വേണേലും കാണാം, ഏത് ഓർഡറിൽ വേണേലും ഇന്റർസെക്ഷൻ കാണാം. നേരത്തെ യൂണിയൻ കണ്ട പോലെ തന്നെ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ലോ പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണ്ട കേട്ടോ, ഇത് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. എഴുതിക്കോ. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതിന് പറയുന്ന പേരെന്താ? അസോസിയേറ്റീവ് ലോ. തേർഡ് വൺ, 5 ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എന്തായിരിക്കും? 5 തന്നെ അല്ലേ. നൾ സെറ്റും എ എന്ന് പറയുന്ന സെറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ നമ്മൾ നേരത്തെ എക്സാമ്പിളിനകത്ത് കണ്ടതാണ്.
അപ്പോൾ അവിടെ രണ്ടിലും കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നൾ സെറ്റ് തന്നെയാണ്. ഇതിനെ ലോ ഓഫ് ഫൈ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, യു ഇൻ്റർസെക്ഷൻ എ. എന്താ യു? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് അല്ലേ. യു ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? എ അല്ലേ. ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഏതാണോ സബ്സെറ്റ് അതാ വരുന്നത്. ഇവിടെ എ ആണ് യുവിൻ്റെ സബ്സെറ്റ്, യു യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. ഇതിനെ പറയുന്നത് ലോ ഓഫ് യു. നൗ ഫിഫ്ത്ത് വൺ രണ്ടെണ്ണം ഉണ്ട്. ആദ്യത്തെ ഞാൻ പറയാം, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇവിടുത്തെ പ്രത്യേകത എന്താ? രണ്ട് ഓപ്പറേഷനും വന്നിട്ടുണ്ട് അല്ലേ. ഇൻ്റർസെക്ഷനും വന്നിട്ടുണ്ട്, യൂണിയനും വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. പറഞ്ഞു പഠിച്ചേ. ഈ ലോയ്ക്ക് പറയുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇത് രണ്ടും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അപ്പോൾ ഇതിന് പറഞ്ഞു പഠിക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വന്നത് എന്തുകൊണ്ടാണ്? രണ്ട് ഓപ്പറേഷനും വരുന്നുണ്ട്, ഇൻ്റർസെക്ഷനും യൂണിയനും ഒന്നിച്ച് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒന്നും കൂടെ പറയാം. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു ആദ്യത്തെ എലമെൻറ്റ്സ് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. ക്ലിയർ ആയില്ലേ? അതുപോലെ രണ്ടാമത്തെ ഇവിടെ യൂണിയനായി, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇവിടെ ആദ്യം യൂണിയൻ പിന്നെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. കണ്ടോ? ആദ്യത്തെ രണ്ട് എലമെൻ്റ് യൂണിയൻ പിന്നെ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഓക്കെ. പറഞ്ഞു പഠിക്കണേ. ഇതിന് പറയുന്ന പേരെന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് നിങ്ങൾ നമ്പേഴ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. നോക്കിയേ, 3 × 4 + 5. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇൻറ്റു ഇടാത്തത്. 3 × 4 + 5 ഈക്വൽ ടു 3 × 4 + 3 × 5 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ അഡീഷനും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ. അത് തന്നെയാണ് ഇവിടെയും യൂണിയനും ഇൻ്റർസെക്ഷനും കൂടി ഒന്നിച്ച് വന്നിട്ടിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പുതിയൊരു സെറ്റാണ് പഠിക്കുന്നത്, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അപ്പോൾ എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് നോക്കാം. 2 sets A and B are said to be disjoint sets if A intersection B is equal to 5. അപ്പോൾ എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്? രണ്ട് സെറ്റ് എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്ന് പറയണമെങ്കിൽ അവയുടെ ഇൻ്റർസെക്ഷൻ എന്താണ്? നൾ സെറ്റ് അല്ലേ. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. നോട്ട് ജോയിൻറ്റ് അല്ലേ, ഡിസ്ജോയിൻറ്റ്. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റിനാണ് എന്ത് പറയുന്നത്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് അല്ലേ. സെക്കൻഡ് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് എ എച്ച് പി ഡി, ബി ഈസ് ഈക്വൽ ടു ബി സി എം. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. ക്ലിയർ ആയില്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഇനി ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ വെൻ ഡയഗ്രം എങ്ങനെയാണെന്ന് നോക്കിയേ. ഇതാ എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് വെവ്വേറെയാണുള്ളത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഇപ്പോൾ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്ന് യൂണിയൻ ഓഫ് സെറ്റ്സ്, രണ്ട് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. മൂന്നാമത്തെ ഓപ്പറേഷനാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഇപ്പം അതിനകത്ത് തന്നെ മനസ്സിലായി കാണും അല്ലേ നിങ്ങൾക്ക്? ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം അല്ലേ. ദ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ മൈനസ് ബി ആൻഡ് റീഡ് ആസ് എ മൈനസ് ബി. ഇപ്പം എന്താ പറയുന്നത്? ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. എയിൽ ഉണ്ടായിരിക്കും, ബിയിൽ ഉണ്ടായിരിക്കില്ല. അതിനാണ് എന്ത് നമ്മൾ പറയുന്നത്? എ മൈനസ് ബി. വായിക്കുന്നത് എങ്ങനെയാ? എ മൈനസ് ബി. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് അല്ലേ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിൽ നിന്നും ബിയിലുള്ള എലമെൻറ്റ്സിനൊക്കെ ഒഴിവാക്കി എഴുതിയാൽ ആ സെറ്റ് എന്തായി മാറി? എ മൈനസ് ബി ആയി. ക്ലിയർ ആയോ? അതായത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു എ, എയിൽ ഉണ്ടായിരിക്കും ബട്ട് നോട്ട് ഇൻ ബി. അപ്പോൾ എ മൈനസ് ബി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എയിൽ നിന്ന് ഒഴിവാക്കിയാൽ എന്തായി മാറി? എ മൈനസ് ബി ആയി മാറി. അതുപോലെ തന്നെ ബി മൈനസ് എ എഴുതത്തില്ലേ? അപ്പോൾ ബി മൈനസ് എന്തായിരിക്കും വരുന്നത്? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ടു ബി ബട്ട് നോട്ട് ഇൻ എ. അപ്പോൾ അതിനെ ബി മൈനസ് എ എന്ന് പറയാം.
അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എവിടെ നിന്ന് കളയണം? ബിയിൽ നിന്നും കളയണം. ക്ലിയർ ആയോ? എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ സെറ്റ് വിടൽ ഫോമിലാണ് എഴുതുവാണ്. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. ആൻഡ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി എക്സാമ്പിൾ എടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. ഫസ്റ്റ് വൺ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ദെൻ വാട്ട് ഈസ് എ മൈനസ് ബി? എ മൈനസ് ബി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ബിയിലുള്ള എലമെന്റ്സ് അത് എയിലുണ്ടാവണം. അതിനെ എയിൽ നിന്നും ഒഴിവാക്കിയാൽ മതി. മനസ്സിലായോ? അതായത് എളുപ്പത്തിൽ ഇങ്ങനെ നോക്കി, എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടോ? ഏതൊക്കെയുള്ളത്? 1 3 അല്ലേ? ഈ 1 3നെ എയിൽ നിന്നും ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് അവിടെ എഴുതുക. അപ്പോൾ ബിയിലെ 1 3 എയിലും 1 3 ഉണ്ട്. അപ്പോൾ ഈ 1 3 ബിയിലെ 1 3 ഇവിടെ നിന്നും ഒഴിവായി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 5 എന്ന് പറയുന്ന എലമെന്റ് മാത്രം. ക്ലിയർ ആയോ? ഇനി ഇവിടെ ബിക്കകത്തൊരു 2 ഉണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്? ബിയിലെ എലമെന്റ്സ് ഏതെങ്കിലും എയിലുണ്ടെങ്കിൽ അതിനെ അങ്ങ് ഒഴിവാക്കുക. ബിയിലെ ഏതെങ്കിലും എലമെന്റ്സ് എയിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലോ എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ്, അതിനെ എവിടെ നിന്ന് ഒഴിവാക്കണം? എയിൽ നിന്ന് ഒഴിവാക്കിയാൽ എന്തായി മാറി? എ മൈനസ് ബി ആയി മാറി. അപ്പോൾ ഇവിടെ 1 3 നോക്കിയേ, ഈ 1 3 എന്ന് പറയുന്ന എലമെന്റ് എവിടെയും ഉണ്ട്? എയിലുണ്ട്. അതായത് എയിലെയും ബിയിലെയും കോമൺ എലമെന്റ് ആണ് 1 3. അതിനെ എവിടെ നിന്ന് ഒഴിവാക്കണം? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് എന്തായി മാറി? എ മൈനസ് ബി ആയി മാറി. അപ്പോൾ 1 3 ഒഴിവാക്കിയാൽ എയിൽ ബാക്കി എന്താ ഉള്ളത്? 5. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എന്തായിരിക്കും? ഈ കോമൺ ആയിട്ടുള്ള എലമെന്റ് എവിടെ നിന്ന് ഒഴിവാക്കണം? ബിയിൽ നിന്ന് ഒഴിവാക്കണം അല്ലേ? അപ്പോൾ ഈ 1 3 ബിയിൽ നിന്ന് ഒഴിവാക്കിയാൽ ബാക്കി എന്തുണ്ട് അവിടെ? സെറ്റ് 2. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എ മൈനസ് ബിയും ബി മൈനസ് എയും കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കോമൺ ആയിട്ടുള്ള എലമെന്റ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് എയിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് എ മൈനസ് ബി ആയി, ബിയിൽ നിന്ന് ഒഴിവാക്കിയാൽ എന്തായി മാറി? ബി മൈനസ് എ ആയി. ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8. ഇനി എ മൈനസ് ബിയും ബി മൈനസ് എ എല്ലാവരും ഒന്ന് കണ്ടേ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ? ബിയിലുള്ള എലമെന്റ്സ് നോക്കിയേ, അത് എയിലുണ്ടോ? 2 ഉണ്ട്. പിന്നെ ഏതുള്ളത്? 4 ഉണ്ട്. പിന്നെ ഏതുള്ളത്? 6 അല്ലേ? അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെന്റ് ഉള്ളത്? 2 4 6. അത് എവിടെ നിന്ന് ഒഴിവാക്കണം? എയിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ 2 4 6 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 1 3 5 അല്ലേ? അപ്പോൾ എ മൈനസ് ബി എന്ത് കിട്ടി? സെറ്റ് 1 3 5. അതുപോലെ ബി മൈനസ് എല്ലാവരും ഒന്ന് കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് എവിടെ നിന്ന് കളയണം? ബിയിൽ നിന്ന് കളയണം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? കിട്ടിയോ എല്ലാവർക്കും? 2 4 6 ബിയിൽ നിന്നും പോയി. ബാക്കി എന്തുണ്ട്? ഇതിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 2 4 6, അത് ബിയിൽ നിന്നും കളഞ്ഞു. അപ്പോൾ ബാക്കി ബിയിൽ എന്തുണ്ട്? 8. ക്ലിയർ ആയില്ലേ? ഒന്നും കൂടെ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ഐ കെ യു. ഇനി എ മൈനസ് ബിയും ബി മൈനസ് എയും എല്ലാവരും ഒന്ന് കണ്ടേ. വാട്ട് ഈസ് എ മൈനസ് ബി? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? ഇവിടെ ഏതൊക്കെയുണ്ട്? എ അല്ലേ? പിന്നെ ഏതുണ്ട്? ഐ, പിന്നെ യു അല്ലേ? എ ഐ യു രണ്ടിലും കോമൺ ആണ്. അത് എയിൽ നിന്നും കളഞ്ഞാൽ ബാക്കി എന്ത് വന്നു? ഇ ഒ. കണ്ടോ? അപ്പോൾ എ മൈനസ് ബി എന്ത് കിട്ടി? ഇ ഒ. ഇനി ബി മൈനസ് എ എല്ലാവരും ഒന്ന് കണ്ടേ. കിട്ടിയോ? ദെൻ വാട്ട് ഈസ് ബി മൈനസ് എ? ഈ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? എയും ഐയും യു. എ ഐ യു ഏതിൽ നിന്നും കളയണം? ബിയിൽ നിന്നും കളഞ്ഞു. അപ്പോൾ എന്ത് കിട്ടി? ബാക്കി ഇവിടെ എന്തുണ്ട്? കെ. അപ്പോൾ സെറ്റ് കെ ആയില്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി. ഇത്രയും എക്സാമ്പിൾസ് ചെയ്യിക്കുന്നത് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഇ എഫ് ജി എച്ച്. ഇനി എ മൈനസ് ബിയും ബി മൈനസ് എയും കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? എയിലും ബിയിലും കോമൺ ആയിട്ട് ഇവിടെ എലമെന്റ്സ് ഉണ്ടോ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മൾ കളയുന്നത്. കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല അല്ലേ? അതായത് ബിയിലുള്ള എലമെന്റ്സ് എയിലുണ്ടോ നോക്കുക, അതിനെ കളയുക. അപ്പോൾ അങ്ങനെ എലമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ എ മൈനസ് ബി എന്താ വരുന്നത്? ഇവിടുന്ന് എയിൽ നിന്നും കളയാൻ എലമെന്റ്സ് ഒന്നുമില്ല. ബിയിലും എയിലും കൂടി കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? എ തന്നെ വരും അല്ലേ? എയിൽ നിന്നും കളയാൻ എലമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് എ മൈനസ് ബി എ തന്നെ വന്നു. അതുപോലെ ബി മൈനസ് എയോ? ബിയിൽ നിന്നും കളയാൻ എലമെന്റ്സ് ഉണ്ടോ? എയിലുള്ള എലമെന്റ്സ് ബിയിലുണ്ടോ? ഇല്ല. അപ്പോൾ ബി തന്നെ വന്നു. കണ്ടോ? അപ്പം എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എയും വന്നു, ബി മൈനസ് എ ഈസ് ഈക്വൽ ടു ബിയും വന്നു. അതായത് എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റാണ് അല്ലേ?
കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും, ബി മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി തന്നെയായിരിക്കും. ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി, ബി ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. ദെൻ വട്ട് ഈസ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ? എല്ലാവരും ഒന്ന് കണ്ടേ. കിട്ടിയോ? ദെൻ വട്ട് ഈസ് എ മൈനസ് ബി? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി അല്ലേ. ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. നൾ സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടോ കളയാൻ? ഇല്ല, നൾ സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും പോകാൻ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് സെറ്റ് എ. ഓക്കെ, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി തന്നെയാണ് കിട്ടിയത്. ഇനി ബി മൈനസ് എ, ബിയിൽ നിന്നും എയിലെ എലമെൻറ്റ്സ് കളയണം. അതിന് ബിയിൽ നിന്നും എയിലെ എലമെൻറ്റ്സ് കളയാൻ ബിയിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ നൾ സെറ്റിൽ നിന്നും എലമെൻറ്റ്സ് കളയാൻ അവിടെ പിന്നെ വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നൾ സെറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തോന്നു, സെറ്റ് എ ബി സിയും, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് തന്നെ. ഇവിടെ എലമെൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നൾ സെറ്റ് തന്നെ. ഇനി നമ്മൾ ഇത്രയും 5 എക്സാമ്പിൾ ചെയ്തതിനകത്തും എ മൈനസ് ബിയും ബി മൈനസ് എയും എല്ലാവരും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്താ കിട്ടിയത്? എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ അല്ലേ. ഏതെങ്കിലും കേസിൽ എ മൈനസ് ബിയും ബി മൈനസ് എ ഈക്വൽ ആയിട്ട് കിട്ടിയോ? ഇല്ല, എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. ഇനി വെൻ ഡയഗ്രാംസ് ആണ് എ മൈനസ് ബിയുടെയും ബി മൈനസ് എയുടെയും വെൻ ഡയഗ്രാം. ഇത് വെൻ ഡയഗ്രാം ഓഫ് എ മൈനസ് ബി ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഈ പോർഷൻ എന്തായിരിക്കും? കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് അല്ലേ. എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് കോമൺ ആയിട്ട് വരുന്നു. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? എയിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സിനെ കളയണ്ടേ. അപ്പോൾ ഇവിടെ ബിയിലെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന് എയിൽ നിന്നും ഇതിനെയും കളയണ്ടേ. അപ്പോൾ ഇവിടെ ഇത്രയും എലമെൻറ്റ്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? ഈ പുറം ഭാഗത്തുള്ള എലമെൻറ്റ്സേ ഉള്ളൂ അല്ലേ. ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാണ് എന്ത്? എ മൈനസ് ബി. കൃത്യമായി മനസ്സിലാക്കണേ. ഒന്നും കൂടെ പറയാം. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എ ആണ്, ഇത് മൊത്തം ബിയും. ഇനി എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ. ഡിസ്ജോയിൻറ്റ് സെറ്റ് അല്ലെങ്കിൽ കോമൺ എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എയിൽ നിന്നും ബിയിലെ എലമെൻറ്റ്സിനെ കളയണ്ടേ എ മൈനസ് ബി ആണെങ്കിൽ. അപ്പോൾ ഈ പോർഷനുള്ള ബിയിലെ എലമെൻറ്റ്സ് പോയി, ബാക്കി എവിടെയുള്ളൂ? ഈ ഒരു പോർഷനേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതാണെന്ത്? എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എയുടെ വെൻ ഡയഗ്രാം എല്ലാവരും ഒന്ന് വരച്ച് നോക്കിയേ. കിട്ടിയോ? എന്താ ഇത് അല്ലേ. ഇത് എയും ഇത് ബിയുമാണ്. അപ്പോൾ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ പോർഷനകത്ത് എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എയിലെ എലമെൻറ്റ്സ് കളഞ്ഞു. ഈ പോർഷനകത്ത് എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. അപ്പോൾ അതിനെ കളയണ്ടേ, എയിലുള്ളതെല്ലാം പോകണമല്ലോ. അപ്പം ബാക്കി ഈ ഒരു പോർഷൻ അല്ലേ. ഇതാണെന്ത്? ബി മൈനസ് എ. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇനി ഇവിടെ ഓർത്തിരിക്കണം. ഇവിടെ നോക്കിയേ, ഈ സെറ്റ് നോക്കിയേ, എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് എ അല്ലേ. ഇത് മൊത്തം എ എന്ന് പറയുന്ന സെറ്റാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷനേ വരുള്ളൂ. എയുടെ മൊത്തം പോർഷൻ വന്നില്ല, എയുടെ ബാക്കി പോർഷൻ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്, എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ ആയില്ലേ? ആ വെൻ ഡയഗ്രാം നന്നായി മനസ്സിലാക്കണേ. ഇനി അതുപോലെ ഇവിടെ നോക്കിയേ, ബി മൈനസ് എ ഇതിൻ്റെ സബ്സെറ്റ് ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്താലാണ് ബി വരുന്നത്. അപ്പോൾ ഇത് മൊത്തം ഏത് സെറ്റാ? ബി ആണ്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ആണ് അല്ലേ. ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ബി മൈനസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ഇനി ഇത് നോക്കിയോ, എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എ എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കിക്കോ ഒന്ന്, ഇത് എ എന്ന് പറയുന്ന സെറ്റ് മൊത്തം, ഇത് ബി എന്ന് പറയുന്ന സെറ്റ് മൊത്തം അല്ലേ. ഇനി ഈ ഒരു പോർഷൻ എന്താ? ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈൻ വരച്ചിരിക്കുന്ന പോർഷൻ എ മൈനസ് ബി ആണ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷനോ രണ്ടിൻ്റെ എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള പോർഷനാണ്. അതാണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്താകും? ഈ എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും കൂടി ഒന്നിച്ച് ചേർന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ, ഒന്നിക്കുക അല്ലേ, യൂണിയൻ. അപ്പോൾ അതെന്തായി മാറും? എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും കൂടി ഒന്നിച്ച് ചേർന്നാൽ മൊത്തം എ എന്ന് പറയുന്ന സെറ്റ് അല്ലേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. ക്ലിയർ ആയോ? ഇതെല്ലാം ഓർത്തിരിക്കണേ. അടുത്ത് നോക്കിയോ, ഇത് എ എന്ന് പറയുന്ന സെറ്റാണ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി രണ്ടിൻ്റെയും കോമൺ പോർഷനാണ് ഈ പച്ച ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചാണ്. ഇത്രയും പോർഷൻ എന്താ? എ മൈനസ് ബിയുടെ പോർഷനാണ്. ഈ ഒരു പോർഷൻ ഏതാ? ബി മൈനസ് എയുടെ പോർഷനാണ്. ഇത് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നാലോ? അതായത് ഇവിടം മുതൽ ഇവിടം വരെ എല്ലാം കൂടി ഒന്നിച്ച് ചേർന്നു അല്ലേ. എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടി ഒന്നിച്ച് ചേർന്നാൽ എന്തായി മാറും? ഇതെല്ലാം കൂടി ഒന്നിക്കുക എന്ന് പറയുമ്പോൾ യൂണിയൻ അല്ലേ. ഇത് മൊത്തം വന്നില്ലേ?
എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും മൊത്തം വരില്ലേ? എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടി ചേർന്നാൽ ഇത് മൊത്തം വരും അല്ലേ? എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും മൊത്തം വന്നു. ദാറ്റ് ഈസ് അത് രണ്ടും കൂടി ഒന്നിച്ച് വരിക അല്ലെങ്കിൽ മൊത്തം വരിക എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ആണ്. അതായത് അതിൻ്റെ ഡയഗ്രാം ഇതാ ഇങ്ങനെ വരും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ എ മൈനസ് ബി ചേർന്നു, എ ഇൻ്റർസെക്ഷൻ ബി ചേർന്നു, അപ്പോൾ എ മൊത്തം വന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ ബി മൈനസ് എയും ചേർന്നു, അപ്പം ബിയും മൊത്തം വന്നു. എയും ബിയും മൊത്തം വന്നാൽ എന്ത് വരുന്നു? എ യൂണിയൻ ബി. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അപ്പോൾ വെൻ ഡയഗ്രം നന്നായി നോക്കി മനസ്സിലാക്കണം. ഇനി ഇപ്പം നമ്മൾ ഈ വെൻ ഡയഗ്രത്തിൽ പഠിച്ച നോട്ട്സ് എഴുതിക്കോ. ഇൻ ജനറൽ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. നമ്മൾ കണ്ടതാണ് എക്സാമ്പിൾ എടുത്തല്ലേ. 2 എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്, ദെൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു ബി. അത് നമ്മൾ എക്സാമ്പിളിനകത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് കണ്ടു എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് എ ആൻഡ് ബി മൈനസ് എ സബ്സെറ്റ് ഓഫ് ബി. അടുത്തത് എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ആണ്. വെൻ ഡയഗ്രത്തിൽ നിന്ന് കണ്ടതാണ്. ആൻഡ് ബി മൈനസ് എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ഫിഫ്ത്ത് വൺ എ മൈനസ് ബി എ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് ബി മൈനസ് എ ആർ മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റ്സ് അല്ലേ. അത് മൂന്നും എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റുകളാണ് അല്ലേ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഡയഗ്രാം ശ്രദ്ധിച്ചോയെ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു പാർട്ടാണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആ നടുക്കുള്ള രണ്ടിൻ്റെയും കൂടി കോമൺ പാർട്ട്, അത് സെപ്പറേറ്റ് ഉള്ള പാർട്ടാണ് അല്ലേ. ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ അതും സെപ്പറേറ്റഡ് പോർഷനാണ്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആണ്, പരസ്പരം ഡിസ്ജോയിൻ്റ് സെറ്റുകളാണ്, കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. ക്ലിയർ അല്ലേ? നമ്മൾ ലാസ്റ്റ് കണ്ട ഡയഗ്രാം എ മൈനസ് ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു മൊത്തമുള്ള സെറ്റ് എ യൂണിയൻ ബി. അപ്പോൾ ഈ നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലമൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് ഒരു അസൈൻമെൻറ്റ് കൂടി തരുന്നുണ്ട്. വെൻ ഡയഗ്രത്തിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട് പേജ് നമ്പർ 16 ഫിഗർ 1.7 ആ ഡിസ്ട്രിബ്യൂട്ടീവ് ഡ്രോയിൻ്റെ വെൻ ഡയഗ്രാമാണ്. അത് ടെക്സ്റ്റിനകത്ത് വരച്ചിട്ടിട്ടുണ്ട്. നന്നായി നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് ഒന്നും കൂടി പറഞ്ഞു നോക്കിയേ. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ഏതൊക്കെയായിരുന്നു? സെറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് വേം പറഞ്ഞേ. യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഈ 3 ഓപ്പറേഷൻസ് ആണ് സെറ്റിനകത്തുള്ളത്. പിന്നെ നമ്മളൊരു സെറ്റും കൂടി പഠിച്ചു, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് പഠിച്ചു അല്ലേ. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയും. പിന്നെ ഇതിൻ്റെ എല്ലാം നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കാനും പഠിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയും ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴത്തേക്കും എല്ലാവരും ഇത് നോട്ട് എഴുതി നന്നായി മനസ്സിലാക്കി പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.